Hello everyone, welcome to my channel. ഇന്നത്തെ വീഡിയോ ഹൗ ടു ഡ്രോ ഡോട്ട് ആർട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മൾ 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കെച്ച് ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഡോട്ട് ആർട്ട് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ഡോട്ട് ആർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്രിയേറ്റിവിറ്റിയും ഈ ഒരു വരയും എൻ്റെതല്ല, അജിത് അശോക് എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെയാണ്. അപ്പോൾ ആ ഒരു സുഹൃത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡലിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ഡോട്ട് ആർട്ട് ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡോട്ട് ആർട്ട് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്കെച്ച് ബുക്ക് തന്നെയാണ്. സ്കെച്ച് ബുക്ക് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാനിതിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചൊരു വർക്കാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു പിക്കാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ കാണാം, ഇവിടെ ഞാൻ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്യാൻവാസ് സെലക്ട് ചെയ്യുക, കുറച്ച് ക്ലിയർ കൂട്ടിയിട്ട് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിനെ കറക്റ്റ് സെൻട്രലായിട്ട് ചെറുതായിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരക്കുന്നതിന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇനി ബ്രഷ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പരിചയപ്പെടാം. ബ്രഷിൻ്റെ ലൈബ്രറിയിലേക്ക് വന്നു. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന 2 പെന്നാണ്. ഒന്ന് ഡോട്ടഡ് 3 എന്ന് പറഞ്ഞൊരു ബ്രഷും രണ്ടാമതായിട്ട് ടെക്നിക്കൽ പെന്നും. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയാലാണ് നമുക്ക് ഈ ഒരു ഡോട്ട് ആർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പം ബേസിക്കലി നമുക്ക് ബ്രഷിൻ്റെ സൈസും ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ ഇതിൻ്റെ ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഇതിൻ്റെ കളർ ടൂൺ, സ്മഡ്ജ്, അതുപോലെ മാർക്കർ, ഇറേസിങ് ഓപ്ഷനൊക്കെ ഉണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ കളർലെസ്സും അത് ഗ്ലോ ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അവിടേക്ക് നമുക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ അഡ്വാൻസ്ഡ് എന്ന് കാണാം. അഡ്വാൻസ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 4 ഓപ്ഷൻ ഉണ്ട്: പ്രഷർ, സ്റ്റാമ്പ്, നിബ്, റാൻഡംനെസ്. അപ്പോൾ ഇതിൽ 4ലാണ് നമ്മൾ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് പ്രഷറിലേക്ക് പോകാം. പ്രഷറിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം നമുക്കിവിടെ സൈസ് വിത്ത് ഹെവി പ്രഷർ, സൈസ് വിത്ത് ലൈറ്റ് പ്രഷർ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല, അതൊക്കെ അതിലുള്ള പോലെ തന്നെ കൊടുത്തേക്ക്. അഥവാ അത് തീരെ ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എൻ്റെ ഉള്ളത് 4.1 4.1 ആണ്. അതുപോലെ ഒപ്പാസിറ്റി വിത്ത് ഹെവി പ്രഷർ ഇതൊക്കെ 100ലാണ്. അപ്പം നമുക്ക് താഴേക്ക്. അപ്പം ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, പ്രഷറിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് സൈസ് വിത്ത് ഹെവി പ്രഷറും സൈസ് വിത്ത് ലൈറ്റ് പ്രഷറുമാണ്. അപ്പോൾ അത് ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാമ്പിലേക്ക് കിടക്കാം. അപ്പോൾ സ്റ്റാമ്പിലേക്ക് വന്നാൽ നമുക്ക് സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ സ്പേസിങ് എത്രത്തോളം വേണമെന്നുള്ളത് നമുക്കത് കൊടുക്കാം. ഞാൻ ഇവിടെ സ്പേസ് ചെയ്യാൻ 10 കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത് സ്കിന്നിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനാണ്. എന്നാൽ സ്കിന്നിൽ ഡോട്ട് വരുത്താൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്പേസ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിങ് നമുക്ക് അടുപ്പിക്കേണ്ട ബ്രഷ് നമ്മൾ ഡോട്ടഡ് 3ലാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ റൗണ്ടിനെസ്സും ഒക്കെ 100 ആണ്, റൊട്ടേഷൻ 0 ആണ്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ 0 തന്നെയാണ് ഉള്ളത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ഇതിൽ 100ലാണെങ്കിൽ 100 തന്നെ ആക്കി വെക്കുക. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നെബിലേക്ക് വരിക. നെബിൽ വന്നാൽ നമുക്ക് ഹാർഡ്നെസ് ഒക്കെ കാണാം. ഹാർഡ്നെസ് ഇതിൽ ഞാനിപ്പം കൊടുത്തിട്ടുള്ളത് 95 ആണ്. അതുപോലെ ഷേപ്പും ടെക്സ്ചറും ഓണാക്കിയിട്ടില്ല. അപ്പം നെബിൽ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് റാൻഡംനെസ്സിലാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ അടുത്തതായിട്ടുള്ള സെറ്റിങ്സ് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ നമുക്ക് സൈസ് റാൻഡംനെസ്സിൽ ഞാൻ കൊടുത്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് 11.8 ആണ്. അപ്പോൾ അതുപോലെ കൊടുക്കാം. അതുപോലെ ഒപ്പാസിറ്റി റാൻഡംനെസ് അത് ഞാൻ കൊടുത്തിട്ടില്ല. അതുപോലെ ഫ്ലോയും കൊടുത്തിട്ടില്ല. അതുപോലെ റൊട്ടേഷൻ റാൻഡം അതും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ കൊടുത്തത് ഇവിടെ സ്പേസിങ് റാൻഡമാണ്. അപ്പോൾ സ്പേസിങ്ങിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുള്ളതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഞാനിവിടെ 5.1 5 കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്നിക്കൽ പെന്നിൻ്റെ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ പെന്നിൻ്റെ സെറ്റിങ്സ് കംപ്ലീറ്റ് ആയി. ഇനി ഞാനിതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു പിക്ചറിൽ ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ നല്ല ഗ്യാപ്പിലാണ് ഈ ഒരു ഡോട്ട് വരുന്നത്. അപ്പോൾ ഡോട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് പരമാവധി ചെറുതാക്കിയിട്ട് തന്നെ കൊടുക്കുക. കാരണം ഡോട്ടായിട്ടാണ് നമുക്ക് ഫേസിലേക്ക് വരേണ്ടതുള്ളൂ. അപ്പോൾ വളരെ ചെറുതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇനി അടുത്ത ബ്രഷിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ബ്രഷ് നിങ്ങൾക്ക് കാണാം ഡോട്ടഡ് 3 എന്നൊരു ബ്രഷാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ബ്രഷ് ഞാനിവിടെ കൊണ്ടുവന്നതാണ്, ബേസിക്കിലൊക്കെ കൊണ്ടുവന്നതാണ്. സാധാരണ ആ ഒരു ബ്രഷ് കാണാറ് ഈ ഒരു ഏരിയയിലാണ്, ടെക്സ്ചറിൻ്റെ അല്ലെങ്കിൽ ഷേപ്പിൻ്റെ സെക്ഷനിലാണ്, ഇവിടെയാണ് കാണാറ്.
ഞാനതിനെ ഇവിടെ മേലേക്ക് എനിക്ക് രണ്ടും നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു 2 ബ്രഷ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇപ്പം ഡോട്ടഡ് 3 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻസ്ഡിലേക്ക് വരിക. അപ്പോൾ അഡ്വാൻസ്ഡിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷനിലേക്ക് വരിക. 4 ഓപ്ഷനിലുള്ള സെറ്റിങ്സ് നോക്കുക. പിന്നെ ഞാനിവിടെ ഒപ്പാസിറ്റി ഫ്ലോ ഒക്കെ കാണാം. അപ്പോൾ ഒപ്പാസിറ്റി വിത്ത് ലൈറ്റ് പ്രഷറൊക്കെ 100 തന്നെ, ഫ്ലോ വിത്ത് ഹെവി പ്രഷർ 88 ആണ്. അതൊക്കെ 100 തന്നെ കൊടുത്താലും മതി, അത് കുറക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ 100 തന്നെ മതി. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ സ്റ്റാമ്പിലേക്ക് വരാം. അപ്പോൾ സ്റ്റാമ്പിൽ ഞാനിവിടെ റൊട്ടേഷൻ 177 ഡിഗ്രിയാണ് കൊടുത്തത് റൊട്ടേഷൻ. അതുപോലെ റൗണ്ട്നെസ് സ്പേസൊക്കെ 10 തന്നെയാണ്. അതുപോലെ റൗണ്ട്നെസ് 100, സ്പേസിങ് 10. ഓക്കെ. അതുപോലെ അതിൻ്റെ റൊട്ടേഷൻ ഡൈനാമിക്കോ അതുപോലെ കാര്യങ്ങളൊക്കെ ഓഫ് തന്നെ ചെയ്ത് വെക്കുക, വേറെ ഓണാക്കി വെക്കരുത്. ഓക്കെ, അതും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് അങ്ങനെ ഈ ഒരു സൈസിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നിബിലേക്ക് എടുക്കാം. നിബിലേക്ക് വന്നാൽ ഹാർഡ്നെസ് 51 ആണ് കൊടുത്തിരിക്കുന്നത്, ഷേപ്പും ടെക്സ്ചറൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. ഇനി റാൻഡംനെസ്, ഇതിലാണ് നമ്മൾ മെയിനായിട്ടുള്ള എഡിറ്റിംഗ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റിലാണ് വരിക. ഇവിടെ സൈസ് റാൻഡംസിൽ 20 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഒപ്പാസിറ്റി 0, ഫ്ലോ റാൻഡം 0, അതുപോലെ റൊട്ടേഷൻ 0, സ്പേസിങ്ങിൽ 2.5 ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി അടുപ്പിച്ചിട്ടാണ് നമ്മളിതിൽ കൊടുക്കുക. അപ്പോൾ സ്പേസിങ് വളരെ അടുപ്പിച്ചിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ മറ്റേതുപോലെയല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ഡോട്ട് ഇട്ട് വെക്കാം. അപ്പം മറ്റേതിലും വളരെ അടുത്തായിട്ടാണ് ഈ ഒരു ബ്രഷ് വരിക, ശ്രദ്ധിച്ചാൽ മതി. മറ്റേതിൽ ഈ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, നമുക്ക് ഈ ഒരു ബ്രഷിൽ ഗ്യാപ്പ് കുറവായിരിക്കും, അടുത്തടുത്തിട്ടായിരിക്കും ഡോട്ട് വരിക. അപ്പോൾ ഈ ഒരു ഡോട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹെയറും അതുപോലെ ഐബ്രോസും ബിയേഡൊക്കെ വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ബ്രഷ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇനി നമ്മൾ ഡോട്ട് ആർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ ഒരു ഡോട്ട് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫോട്ടോയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യുക. കളർ നിങ്ങൾക്ക് ഏത് കളറും സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ വൈറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ഒന്നുകിൽ സ്ക്രിബിൾ ചെയ്യുന്ന പോലെ സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഹാച്ചിങ്ങോ ക്രോസ് ഹാച്ചിങ്ങോ മോഡലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ടെക്നിക്കൽ പെൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ബിയേഡിലൊക്കെ ഡോട്ട് ആഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ട് നോക്കാം. ഞാനിവിടെ 2 കളറാണ് യൂസ് ചെയ്തത്, ഒന്ന് ബ്ലാക്കും വൈറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ യൂസ് ചെയ്യാം, ബ്ലാക്കിൻ്റെ കൂടെ യെല്ലോ യൂസ് ചെയ്യാം. നമുക്ക് ആ ഒരു ലൈറ്റിനനുസരിച്ചിട്ടുള്ള കളറ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്കും വൈറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് അടിക്കുന്ന ഭാഗത്തേക്ക് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, ഡാർക്ക് ആയിട്ടുള്ള ഭാഗത്ത് ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹെയറിലാണെങ്കിൽ ഹെയറിൽ ഡോട്ടഡ് 3 യൂസ് ചെയ്തുകൊണ്ട് ഹെയറിൽ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്രിബിൾ പോലെ ലൈൻസ് ആയിട്ട് തന്നെ വരണം. ഹെയറിൽ ലൈൻസ് ആണെന്നുള്ള മനസ്സിലാവുന്ന രീതിയിൽ ലൈന് പോലെ ആഡ് ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെ റെഫറൻസ് അടിയിൽ വെച്ചിട്ട് ഡോട്ടൊക്കെ ഇട്ടതിന് ശേഷം രണ്ടാമത് റെഫറൻസ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഏതൊക്കെ ഭാഗത്ത് ഇനി ഡാർക്കായിട്ട് ഡോട്ട് വരേണ്ടതുണ്ട് എന്നുള്ളത് നോക്കുക. എന്നിട്ട് അവിടെ റെഫറൻസ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് തന്നെ അവിടെ ഡോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവസാനം എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ സിഗ്നേച്ചറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക.